ദീർഘദൂര ഓട്ടത്തിൽ ഒരു കണ്ണൂർ വീരഗാഥ. പ്രവാസികൾക്ക് അഭിമാനമായി നികേഷ് കോട്ടൂർ. ദുബായ് മാരത്തോണിലെ മികച്ച പ്രകടനത്തോടെ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിച്ചിരിക്കുകയാണ് നികേഷ്. നികേഷ് കോട്ടൂർ പടിക്കലിൻ്റെ ഉള്ളിൽ ഏറെക്കാലമായി നിറഞ്ഞോടുന്ന ആഗ്രഹമാണ് കഴിഞ്ഞ ദിവസം നടന്ന ദുബായ് മാരത്തോണിൽ സഫലീകരിച്ചത്. 10 കിലോ ഭാരവും പേറി 10 കിലോമീറ്റർ ദൂരം നഗ്നപാതനായി ഏറ്റവും വേഗത്തിൽ ഓടിയെത്തിയ ആളെന്ന പുതിയ ഗിന്നസ് വേൾഡ് റെക്കോർഡ് തീർത്തിരിക്കുകയാണ് ഈ പ്രതിഭ. ഭാരം ചുമന്നും നഗ്നപാതരായും പലരും മാരത്തോണിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഇത് രണ്ടും ഒരുമിച്ച് ആദ്യമായി ചെയ്യുന്നത് നികേഷാണ്. ആക്ച്വലി ദുബായ് മാരത്തോണിൽ ഓടണം എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടായിരുന്നു. പിന്നെയാണ് നമ്മൾ കണ്ടത് ദുബായ് മാരത്തോണിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡുമായിട്ട് ഇങ്ങനെ കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ന്യൂസ് കണ്ടത്. അപ്പോൾ അതിനുശേഷം എന്തെങ്കിലും ഒന്ന് ചെയ്യാമെന്നുള്ള പുതിയ 2025 അച്ചീവ്മെൻ്റ് ആയിട്ട് പുതിയ തുടക്കമായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്നുള്ള പ്ലാൻ ചെയ്തു. അതിനുശേഷം ഞാൻ വൈഫുമായിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ബെയർഫുട്ടിൽ ഓടാന്നുള്ള പ്ലാൻ ചെയ്തപ്പോൾ അത് ഓൾറെഡി ഒരാൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പുതിയതായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാമെന്നുള്ള പ്ലാൻ ചെയ്തതിന് ശേഷം ഞങ്ങൾ GWR ആയിട്ട് കോൺടാക്ട് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെയൊരു ടൈറ്റിൽ ഇതുവരെ ആരും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം അങ്ങനെയൊരു സംഭവം ചെയ്യാം, അത് ചെയ്യുന്ന പുതിയൊരു ടൈറ്റിൽ ഞാൻ തന്നെ തുടങ്ങാമെന്നുള്ളതിൻ്റെ അകത്ത് വിത്ത് വെയിറ്റ് എന്നുള്ളതിൻ്റെ അകത്ത് ചെയ്തു. 47 മിനിറ്റ് കൊണ്ടാണ് 10 കിലോമീറ്റർ ദൂരം ഭാരവും പേറി നഗ്നപാതനായ നികേഷ് ഓടിയെത്തിയത്. ദുബായ് മാരത്തോണിൽ ഇപ്പോൾ ഇട്ടത് 10 കിലോമീറ്റർ ബാക്ക്ഫുട്ട് വിത്ത് ക്യാരിങ് 10 kg ബാഗ് അതാണ് ഇട്ടത്, അതാണ് ചെയ്തത് ഞാൻ. അതൊരു പുതിയ ടൈറ്റിലാണ്. മുന്നേ ആൾക്കാർ ബാർഫുട്ടിലെല്ലാം ഓടിയിട്ടുണ്ട്, ബട്ട് ഇത് ഫസ്റ്റ് ഒരു പുതിയൊരു ടൈറ്റിലാണ്, ബാർഫുട്ടിൽ വിത്ത് വെയിറ്റ്. ഇതാദ്യമല്ല റെക്കോർഡിലേക്ക് നികേഷ് ഓടിക്കയറുന്നത്. UAE 53ാം ദേശീയ ദിനത്തോടനുബന്ധിച്ച് പവിത്രമായ ഈ മണ്ണിലൂടെ ഓടിയാണ് നികേഷ് ഈ രാജ്യത്തിന് തൻ്റെ ആദരവ് നൽകിയത്. ഈ ഓട്ടം ഭേദിച്ചത് ഇതിനു മുൻപ് ഇതുപോലെ 7 എമിറേറ്റുകളും ഓടി വിജയകരമായി പൂർത്തിയാക്കിയ ഇംഗ്ലണ്ട് സ്വദേശിയുടെ റെക്കോർഡാണ്. അത് ഓടിയത് 2 കാരണത്തിനായിരുന്നു. ഒന്ന്, ദുബായ് നാഷണൽ ഡേക്ക് എൻ്റെ സംബന്ധം വെച്ച് ദുബായ് എൻ്റെ പ്രവാസി എന്ന ഇതിൻ്റെ അകത്ത് എൻ്റെ ഒരു സൈഡിൽ നിന്ന് ദുബായ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്നേഹ സമ്മാനമായിട്ട് നടത്തിയാണ്. സെക്കൻഡ്, പിന്നെ എൻ്റെ വൈഫിൻ്റെ ബർത്ത്ഡേക്കുള്ളൊരു ചെറിയൊരു ഗിഫ്റ്റ് പോലെയാണ് ഞാൻ കൊടുത്തതാണത്. കണ്ണൂർ പുതിയതൊരു സ്വദേശിയായ നികേഷ് 7 വർഷം മുൻപാണ് ദുബായിലെത്തിയത്. UAE ഫ്രീലാൻസ് ജിം പരിശീലകനായി ജോലി ചെയ്യുന്ന ഇദ്ദേഹം 2 വർഷം മുൻപാണ് അത്ലറ്റിക്സും മാരത്തൺ ഓട്ടവും ഗൗരവമായി എടുത്തത്. 2023 ദുബായിലെ കേരള റൈഡേഴ്സ് ക്ലബ്ബിൽ അംഗമായതോടെയാണ് ഇത്തരത്തിലുള്ള ലക്ഷ്യങ്ങൾ നികേഷിന്റെ മനസ്സിൽ ട്രാക്കൊരുക്കിയത്. ക്ലബിന്റെ കീഴിൽ പല മാരത്തോണുകളിലും പങ്കെടുത്തു. ഓടുമായിരുന്നു, പക്ഷേ ഇതേപോലെ ഇങ്ങനെ ഒരു കണ്ടിന്യൂ റണ്ണൊന്നും എന്തെങ്കിലും ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും മത്സരവും കാര്യങ്ങളും വന്നു കഴിഞ്ഞാലും എപ്പോഴും ഓടിയതുള്ളൂ, അല്ലാണ്ട് സ്ഥിരമായിട്ടൊന്നുമില്ല. ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ഈ ഓട്ടത്തിലേക്ക് ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തത്. ഇപ്പോൾ ഇവരെ കേരള റൈഡേഴ്സ് ചെയ്തതിന് ശേഷം അവരുടെ കൂട്ടത്തിൽ ഒഫീഷ്യലായിട്ടും അൺഒഫീഷ്യലായിട്ടും മാരത്തോൺസും അൾട്രാ മാരത്തോണും ഹാഫ് മാരത്തോണും എല്ലാം ചെയ്തു. പിന്നെയാണ് ഞാൻ കഴിഞ്ഞൊരു 6-7 മാസമായിട്ടാണ് ട്രയൽ റണ്ണേഴ്സ് GSBൻ്റെ കൂടെ ട്രയൽ റണ്ണേഴ്സ് സ്റ്റാർട്ട് ചെയ്തത്. അതെല്ലാം കൂടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ എൻ്റെ അടുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വന്നു. കൂടുതലായി റണ്ണ് ചെയ്യാൻ പറ്റും, ലോങ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളൊരു കോൺഫിഡൻസ് നമ്മളുടെ ഉള്ളിൽ ഓട്ടോമാറ്റിക്കലി ഉണ്ടാകുമ്പോൾ നമുക്ക് ലോങ് ചെയ്യാനും ഇതിലുള്ളൊരു കോൺഫിഡൻസ് ഓട്ടോമാറ്റിക്കലി വരും. കഠിനമായ പരിശീലനമാണ് നികേഷിന്റെ വിജയത്തിന് പിന്നിലെ രഹസ്യം. ഡെയിലി എങ്ങനെ വീക്കിലി ഒരു 120-135 കിലോമീറ്റർ വെച്ച് ഓടുമായിരുന്നു വീക്കിലി. എവറി മോർണിംഗ് ഈവനിങ് റണ്ണിങ് ഉണ്ടായിരുന്നു, ഫുൾ മാരത്തോൺ, ഹാഫ് മാരത്തോൺ, അങ്ങനെ. പിന്നെ ഡയറ്റിങ് കാര്യങ്ങൾ എല്ലാം വെച്ചു നല്ല രീതിയിൽ പ്രിപ്പറേഷൻ ചെയ്തു, നല്ല രീതിയിൽ ഫോക്കസ് ചെയ്തു അതിനെ. നികേഷിന്റെ ഭാര്യ സബ്രീനയാണ് എല്ലാ കാര്യത്തിലും
കൂടെ കട്ടയ്ക്ക് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ റെക്കോർഡ് നേട്ടങ്ങളുടെ എല്ലാ ക്രെഡിറ്റും ഭാര്യയ്ക്കാണ് നികേഷ് നൽകുന്നത്. ഫാമിലി നല്ല രീതിയിൽ സപ്പോർട്ടാണ്. മെയിൻ എൻ്റെ പറഞ്ഞ പോലെ PA, മാനേജർ, എവറിത്തിങ് വൈഫാണ്. എല്ലാവരും സപ്പോർട്ടീവാണ്. അമ്മയും അനിയനും ഏച്ചിയും എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ടാണ്. അനിയൻ്റെ ഭാര്യ എല്ലാവരും സപ്പോർട്ടീവാണ്. ആർക്കും പ്രശ്നങ്ങളോ കാര്യങ്ങളില്ല. വൈഫാണ് മെയിൻ സപ്പോർട്ടീവ്. കാരണം എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് വൈഫാണ്. ആൻഡ് ന്യൂട്രീഷൻ ആയാലും പിന്നെ ഡ്രസ്സിൻ്റെതും ഷൂസും റണ്ണിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് വൈഫാണ്. എന്തെങ്കിലും ചെയ്യാനോ അല്ലെങ്കിൽ റണ്ണിങ്ങോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വൈഫായിട്ട് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ച് നമ്മളത് നോക്കി എങ്ങനെയാണ് കാര്യങ്ങളെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് തീരുമാനം എടുക്കലാണ്. ഈ ഓട്ടക്കാരൻ്റെ സ്വപ്നങ്ങൾ ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. വളരെയധികം ആഗ്രഹങ്ങളുള്ള കുറേ കാര്യങ്ങളുണ്ട് ചെയ്തു തീർക്കാനുള്ള. ഒരു 2-3 ട്രയൽ റൺസ് വേൾഡ് വൈഡ് ആയിട്ടുള്ള 2-3 ട്രയൽ റൺ ചെയ്യണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട്. അതുപോലെ പറഞ്ഞ പോലെ 2-3 നല്ല മാരത്തോൺ ചെയ്യണമെന്നും ആഗ്രഹമുണ്ട്. വളരെയധികം ആഗ്രഹമുള്ളത് നല്ല ഒരു UTMB, അതായത് അൾട്രാ ട്രയൽ റൺ മൗണ്ടൻ ബ്ലാക്ക് എന്നുള്ളൊരു ട്രയൽ റൺ ഉണ്ട്. അത് ചെയ്യണം എന്നുള്ള വളരെയധികം ആഗ്രഹമുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ഫോറിൻ കൺട്രികളിലും എല്ലാം നടക്കുന്നത്. പക്ഷേ അതിൽ ചെയ്യേണ്ടതിൽ വളരെയധികം പറഞ്ഞ പോലെ ചിലവേറിയ കാര്യങ്ങളാണ്. അതുപോലെ അത് കുറച്ച് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രാക്ടീസും കാര്യങ്ങളും ഇപ്പോൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. സപ്പോസ് നല്ലൊരു സ്പോൺസറും കാര്യങ്ങളും കിട്ടുകയാണെങ്കിൽ അത് ചെയ്യാൻ വളരെയധികം ആഗ്രഹമുണ്ട്. കഠിനമായ പരിശീലനത്തിലൂടെ ചരിത്ര നേട്ടങ്ങളിലേക്ക് ഓടിക്കയറുന്നത് നികേഷ് തുടരുകയാണ്.